നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. +2 ഒക്കെ കഴിഞ്ഞവർക്ക് പഠിക്കുവാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിടെക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ബിടെക് ഇൻ ഡയറി ടെക്നോളജി എന്നുള്ള ബ്രാഞ്ച്. അവർക്ക് വലിയ പണച്ചെലവില്ലാതെ ഗവൺമെന്റ് ചെലവിൽ പഠിച്ച് നേടാവുന്ന ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള പല കരിയർ വീഡിയോകൾ, പ്രത്യേകിച്ച് +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ കേരളത്തിലെ തന്നെ അതിമനോഹരമായ വാഗമണിലുള്ള ഒരു കോളേജിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കോളേജ് ഓഫ് ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, കോലാഹലമേട്, ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഈ ബ്രാഞ്ചിനെ ഞാൻ വളരെ അടുത്ത് മനസ്സിലാക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണുന്നത് പോലെ ഈ കോഴ്സിന്റെ കൃത്യമായ പേര് ബിടെക് ഡയറി ടെക്നോളജി എന്നുള്ളതാണ്. ഇത് എല്ലാ ബിടെക് പോലെ ഒരു 4 ഇയർ കോഴ്സാണ്, 4 സെമസ്റ്റർ ഉള്ള ഒരു കോഴ്സാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ഈ പാൽ ഉൽപ്പന്നങ്ങളുടെയും അതിൻ്റെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ പ്രിസർവേഷന്, പ്രോസസ്സിങ്, ഇതിൻ്റെ ടെക്നോളജിയും എഞ്ചിനീയറിങ്ങും ഒക്കെയാണ് ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. കേരളത്തിൽ 4 കോളേജുകളിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ ബിടെക് ഡയറി ടെക്നോളജി ഉള്ളത്. ഒന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, കോലാഹലമേട്, വാഗമണ്, ഇവിടെ 20 സീറ്റാണുള്ളത്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് ഈ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 20 സീറ്റുകളുണ്ട്. അതേപോലെ തന്നെ പൂക്കോടാണ് ഈ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ ആസ്ഥാനം, അവിടെ 40 സീറ്റുകളുണ്ട്. അതുകൂടാതെ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കൂടെ, അവിടെ പണ്ട് ഈ യൂണിവേഴ്സിറ്റി തന്നെ കാർഷിക സർവകലാശാലയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെയും 40 സീറ്റാണ്. അങ്ങനെ ഓൾ ടുഗദർ കേരളത്തിൽ തന്നെ 120 സീറ്റുകളേ ഉള്ളൂ. എങ്കിലും അധികം ആളുകൾക്ക് ഇതത്ര പരിചിതമില്ലാത്തതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് വന്നാൽ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കീം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ടല്ലോ, ഈ കീമിന്റെ വഴിയായിരിക്കും ഇതിന്റെ സെലക്ഷൻ. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം വഴിയാണ് ഇതിന്റെ സെലക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് അത് ഫിസിക്സ്, മാത്സ് കമ്പൽസറി ആയിട്ട്, കെമിസ്ട്രി ഓപ്ഷണലായിട്ടൊക്കെ പഠിച്ചവർക്ക് 45% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഈ കീം എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ചെറിയ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഫീസും ഇവരിവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാനായിട്ട് കഴിയും. ഇതാണ് ഇവരുടെ ഓരോ സെമസ്റ്ററിലെയും ഫീസ് ഇവിടെ കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഞാൻ ഈ കോളേജിലെ പല കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ പല കുട്ടികൾക്കും സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഫീസൊക്കെ അവർ ചെലവാക്കിയ തുക ഇവർക്ക് മടക്കി കിട്ടുകയുണ്ടായി. അപ്പം വലിയ ഫീസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഫീസും ഇല്ലാതെ തന്നെ പഠിക്കുവാനായിട്ട് പല കുട്ടികൾക്കും കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോഴ്സിന്റെ ചില അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടത്, ഈ കോഴ്സിൽ 2nd സെമസ്റ്ററിൽ ഒരു സൗത്ത് ഇന്ത്യ ടൂർ ഉണ്ട്. അതുപോലെ 4th സെമസ്റ്ററിൽ ഒരു ഓൾ ഇന്ത്യ ടൂർ ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പല ഈ പ്ലാന്റുകൾ, അത് ഹൈടെക് പ്ലാന്റുകൾ ഉൾപ്പെടെയൊക്കെ ഉള്ള ഇത് ഇവരെ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ പരിചയപ്പെട്ട കുട്ടികൾ, അവർ ചിലരൊക്കെ ഈ ആനന്ദിലൊക്കെയാണ് പോയത്. ആനന്ദ് നമുക്കറിയാം, പാലിന്റെ തലസ്ഥാനം അല്ലെ, അല്ലെങ്കിൽ മിൽക്ക് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ അമൂല് ഫാക്ടറിയും ഒക്കെ, അമൂലിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു. അതല്ലെങ്കിൽ 4th ഇയറിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു 6 months ELP ആണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമാണ്. പിന്നെയുള്ള ഒരു 6 months എന്ന് പറഞ്ഞാൽ പ്ലാൻ ട്രെയിനിങ്ങും അതേപോലെ ഫാം ട്രെയിനിങ്ങും ഒക്കെയാണ്. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ തന്നെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഞാൻ കണ്ടു. ഐസ്ക്രീമും പേടയും ഒക്കെ ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവർ തന്നെ അത് അവിടെ തന്നെ വിൽക്കുന്നത് കണ്ടു. ഇതിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ഇവർക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഉൽപാദനം പഠിക്കുക, ഇതിന്റെ മാർക്കറ്റിംഗ് പഠിക്കുക, ഓൺടർപ്രണർഷിപ്പ് പഠിക്കുക, ഇതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കും. എന്ന് മാത്രമല്ല, ഈ ഫാം ട്രെയിനിങ്, അതേപോലെ തന്നെ ഈ ഹൈടെക് പ്ലാന്റുകളിലൊക്കെ പോയി അതിന്റെ ട്രെയിനിങ്ങും ഒക്കെ ഒരു 6 മാസം നടക്കും. ഇതിന്റെയൊക്കെ ചെലവുകൾ സർക്കാർ എടുക്കുകയും ചെയ്യും. അപ്പം വളരെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അല്ലെങ്കിൽ
ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നൊക്കെ വിളിക്കാവുന്ന വളരെ രസകരമായ പരിശീലനത്തിലൂടെ പഠിക്കാവുന്ന ഒരു ബിടെക് ബ്രാഞ്ചായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്, നിങ്ങൾക്ക് ഈ പാൽ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഈ കന്നുകാലി വളർത്തലും ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്യാവുള്ളൂ. കോഴ്സുമായി ബന്ധപ്പെട്ട് 5 മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമായിട്ടും കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ ഒന്ന് ഡയറി കെമിസ്ട്രിയാണ്. ഇതിന്റെ കെമിക്കൽ ടെസ്റ്റിങ്, ഈ പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ കെമിക്കൽ ടെസ്റ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഡയറി എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന പല പ്ലാന്റുകളുടെയും മെഷീനുകളുടെയും അതിന്റെ പിന്നിലൊക്കെയുള്ള എഞ്ചിനീയറിംഗ്, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. പിന്നെ ഡയറി ടെക്നോളജി ഉണ്ട്. ഈ പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉൽപാദനം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതിന്റെ പ്രോസസ്സിങ്, പ്രിസർവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഈ ഡയറി ടെക്നോളജിയുടെ ഭാഗമായി പഠിക്കുന്നു. ഡയറി മൈക്രോബയോളജിയിൽ ഈ സൂക്ഷ്മജീവികളൊക്കെ പാലിലൊക്കെ കാണുന്നു, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും. പിന്നെ ഡയറി ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. ഈ ഡയറി പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ അതെങ്ങനെ വിൽക്കാനായിട്ട്, മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിയും, ആ കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇനി ഈ ഡയറി ടെക്നോളജി പഠിച്ചാൽ എന്തൊക്കെയായിരിക്കും അവസരങ്ങളുള്ളത്? ഓർക്കുക, നമ്മുടെ രാജ്യം ഈ പാൽ ഉൽപ്പന്നത്തിൽ ലോകത്തിലെ തന്നെ മുൻനിര രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് മേഖലയിലും സഹകരണ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഒക്കെ ഒട്ടനവധി തൊഴിൽ അവസരങ്ങളാണ് ഈ രംഗത്ത് ഉള്ളത്. നമ്മുടെ മിൽമ പോലെ സഹകരണ മേഖലകളിൽ, അതല്ലെങ്കിൽ ഗവൺമെന്റിൽ തന്നെ ക്ഷീര വികസന വകുപ്പ്, അതല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, ഇങ്ങനെയുള്ള വകുപ്പുകളിൽ, അതല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിലേക്കൊക്കെ വന്നാൽ ലോകോത്തര കമ്പനികളായ മദർ ഡയറി, അല്ലെങ്കിൽ അമൂല്, നെസ്ലെ, ബ്രിട്ടാനിയ, ഇതൊന്നും അല്ലെങ്കിൽ ടെട്രാ പാക്ക് പോലെയുള്ള കമ്പനികളിലൊക്കെ ഈ മേഖലയിലുള്ളവർക്ക് ഒട്ടനവധി തൊഴിൽ അവസരങ്ങളാണുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വിവിധ ജോബ് റോളുകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. ഡയറി ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, അതുപോലെ പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ, ഡയറി മൈക്രോബയോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ജോബ് റോളുകൾ ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞവരെ തേടുന്നുണ്ട്. ഇനി ഹയർ സ്റ്റഡിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംടെക്കോ MBAയോ MSCയോ ഒക്കെ പഠിക്കാനായിട്ട് കഴിയും. MSc ഫുഡ് ടെക്നോളജി, അതല്ലെങ്കിൽ എംടെക്, അത് ഡയറി ടെക്നോളജിയിലുണ്ട്, അല്ലെങ്കിൽ ഡയറി മൈക്രോബയോളജിയിലുണ്ട്, ഡയറി എഞ്ചിനീയറിംഗിലുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ എംടെക്, അല്ലെങ്കിൽ MBA റൂറൽ മാനേജ്മെന്റിൽ, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനും ഈ മേഖലയിൽ അവസരങ്ങളുണ്ട്. ഓർക്കുക, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പാല് ഉൽപാദന മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലും അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇനിയും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് താല്പര്യം ഈ ഓണ്ടർപ്രണർഷിപ്പിലായിരിക്കും. അതായത് പാൽ ഉൽപ്പന്നങ്ങളും, അല്ലെ പശു വളർത്തല്, പാൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഉൽപാദനം, അങ്ങനെയുള്ള മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള സ്വയം സംരംഭത്തിലേക്കും ഒക്കെ മാറുന്നതിന് ഇങ്ങനെയുള്ള പഠനം ഒരുപക്ഷെ ഉപകാരപ്രദമായി. അപ്പം ഈ പശു വളർത്തൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ പറ്റുന്ന ഒരു നല്ല ഒരു എഞ്ചിനീയറിംഗ് ശാഖയായിട്ട് ഞാൻ ഈ ബിടെക് ഡയറി ടെക്നോളജിയെ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ +2 കഴിഞ്ഞുള്ള പഠന അവസരങ്ങൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിൽ തന്നെ വിവിധ ബ്രാഞ്ചുകൾ, അത്ര പരിചിതമല്ലാത്ത ബ്രാഞ്ചുകൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന പല വീഡിയോകളും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.